കഴിഞ്ഞ 3 സീസണുകളായി ബ്ലാസ്റ്റേഴ്സിന്റെ എഞ്ചിനായിരുന്ന ലൂണയ്ക്ക് ഈ സീസണിൽ കാര്യമായി തിളങ്ങാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന ചോദ്യവും വിമർശനങ്ങളും നല്ല രീതിയിൽ ഉയരുന്നുണ്ട്. മാത്രമല്ല ലൂണയെ പുറത്താക്കാൻ സമയമായി എന്നുള്ള അഭിപ്രായങ്ങൾ വരെ ആരാധകർ പങ്കുവച്ചിരുന്നു. പക്ഷേ ആരാധകർ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. എന്താണ് ഈ സീസണിൽ ലൂണയ്ക്ക് തിളങ്ങാൻ കഴിയാത്തതിന്റെ കാരണം? അതിന് പ്രധാന കാരണം പുതിയ വിദേശ താരം നോവ സദോവിയുടെ വരവ് തന്നെയാണ്. നോവയുടെ ഇൻഡിവിജ്വൽ എബിലിറ്റീസ് ഇവിടെ ആർക്കും ഡൗട്ടില്ല. പക്ഷേ പുള്ളിയുടെ ഇൻഡിവിജ്വൽ പ്ലേയിങ് ടീം ഗെയിമിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, നോഹ് റിസൾട്ട് ഉണ്ടാക്കുന്നില്ലേ എന്ന്. യെസ്, നോഹ് തീർച്ചയായും റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മറുവശത്ത് താരത്തിന്റെ പ്ലേയിങ് സ്റ്റൈൽ മറ്റുള്ള പ്ലേയേഴ്സിനെ ബാധിക്കുന്നുണ്ട്. തുടക്കം മുതലുള്ള മാച്ചസ് ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ നോവ പാസിംഗ് ഓപ്ഷൻ ഉണ്ടായിട്ടും ഓവർ ഡ്രിബ്ലിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വയം ഷോട്ട് എടുക്കുകയോ ചെയ്യുന്നുവെന്ന് കാണാം. സീസണിൽ 67 ഷോട്ടുകളാണ് നോവ സദോവി എടുത്തത്. അതിൽ 7 ഗോളായി മാറി. പക്ഷേ 67 ഷോട്ടുകൾ വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പാസിംഗ് ഓപ്ഷൻസുകളാണ് കൂടുതൽ കാണാനാവുക. മറ്റൊരു കാര്യം, ഒരു മത്സരത്തിൽ ആവറേജ് 60ഓളം ടച്ചസ് നോഹ എടുക്കുന്നുണ്ട്. എന്നാൽ അതിൽ വെറും 37% മാത്രമാണ് പാസ്സായി സംഭവിക്കുന്നത്. ബാക്കിയുള്ളതിൽ ഓവർ ഡ്രിബ്ലിംഗ് ചെയ്യുകയോ ഷോട്ട് എടുക്കുകയോ ചെയ്യുന്നുവെന്ന് കാണാനാകും. ഇനി മറ്റുള്ള പ്ലേയേഴ്സിനെ നോവ സദോവിയുടെ പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെ ബാധിക്കുന്നെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 3 സീസണുകൾ നോക്കിയാൽ ലൂണയിലോട്ട് എത്തുന്ന പാസുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അതിൽ വൻ ഇടിവുണ്ട്. കൂടാതെ ലിങ്ക് പ്ലേ കളിച്ച് മുന്നേറാൻ ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സാണ് ലൂണയും ഹെസൂസും പോലെയുള്ള താരങ്ങൾ. അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ കോമ്പിനേഷൻ ഗെയിം കളിക്കാൻ നോവ സദോവി ഉണ്ടാകുമ്പോൾ പറ്റുന്നില്ല. കഴിഞ്ഞ 3 സീസണുകൾ നോക്കിയാൽ അൽവാരോ ഡയസ്, സഹൽ, ജീക്സൺ, ജിയാനു, കലൂഷ്നി എന്നിവർ ലൂണയുമായി ലിങ്ക് പ്ലേ കളിച്ചാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയത്. കോമ്പിനേഷൻ പ്ലേയിൽ കൂടുതൽ ഗോളുകൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. ലിങ്ക് പ്ലേ മാത്രമല്ല, കൂടാതെ ടീമിന് കൂടുതൽ ഗോൾ സ്കോറേഴ്സും ഉണ്ടായിരുന്നു. ഈ സീസൺ നോക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം കോമ്പിനേഷൻ പ്ലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്? വിരലിൽ എണ്ണാവുന്നത് മാത്രമാണത്. അപ്പോൾ ചോദിക്കും, നോവയെ ഫോക്കസ് ചെയ്ത് കളിക്കുന്നത് ഒഴിവാക്കിയാൽ പോരെന്ന്. ഏത് ടാക്ടിക്സ് എടുത്താലും നോവയുടെ കാലിൽ ബോൾ കിട്ടിയാൽ 90% തവണ പുള്ളി ഡ്രിബിൾ ചെയ്ത് അല്ലെങ്കിൽ ഷോട്ട് എടുക്കാനും ശ്രമിക്കുന്നു. പുള്ളിയുടെ ഇൻഡിവിജ്വൽ ഗെയിം മറ്റുള്ള പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ ഇൻക്ലൂഡിംഗ് ലൂണയെ തീർത്തും ബാധിക്കുന്നു. തീർച്ചയായും നോവ ഈ സീസണിൽ കോമ്പിനേഷൻ പ്ലേ കളിച്ചിരുന്നുവെങ്കിൽ ടീമിൽ കൂടുതൽ ഗോൾ സ്കോറേഴ്സ് ഉണ്ടായേനെ. നമ്മൾ കൂടുതൽ ഗോളുകളും അടിച്ചേനെ. ലൂണ ആൻഡ് അതർ പ്ലേയേഴ്സിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനവും നമുക്ക് കാണാൻ കഴിഞ്ഞേനെ. അവസാനമായി ഒരു കണക്കുകൂടി പരിശോധിച്ചാൽ നോവ ഈ സീസണിൽ ഗോളോ അസിസ്റ്റോ ഇല്ലാതെ 10 മത്സരങ്ങൾ പിന്നിടുകയാണ്. അതിൽ 9ലും ബ്ലാസ്റ്റേഴ്സ് പരാജയം അറിഞ്ഞിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് നോവയെ കൂടുതൽ ആശ്രയിക്കുന്നു. അതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പിഴവുകളിൽ ഒന്ന്. എതിരാളികൾ ആ ടാക്ടിക്സ് അറിഞ്ഞിട്ടും കോച്ചുകൾ മാറിയിട്ടും നോവയാണ് പ്രധാന ആശ്രയം. അത് മാറണം. ലൂണയിലേക്കും നീക്കങ്ങൾ പോകേണ്ടതുണ്ട്. ലിങ്ക് പ്ലേ ഉണ്ടാകണം. അത് നോവ മനസ്സിലാക്കണം. എന്നാലേ ടീം മെച്ചപ്പെടുകയുള്ളൂ. ആ പാവം ലൂണയുടെ കഷ്ടപ്പാടിന് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, നോവയുടെ ഇൻഡിവിജ്വൽ കഴിവുകളിൽ ഒരു സംശയവുമില്ല. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള +ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.